ആദ്യം കൃഷി ചെയ്യേണ്ട വിള ഏത്? വെള്ളരി വർഗം. കുക്കുംബർ തന്നെ ചെയ്തോളൂ. കുക്കുംബർ നമുക്കിവിടെ മുള്ളം വെള്ളരി എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ തനത് കുക്കുംബറുണ്ട്. മുള്ളം വെള്ളരി ഇഷ്ടം പോലെ ഉണ്ടാവും, ഇഷ്ടം പോലെ. അതിന്റെ വഴിയൊക്കെ പറഞ്ഞു തരും. ഇഷ്ടം പോലെ വീട്ടിലുണ്ടാകുന്ന വഴിയുണ്ട്. അത് ആദ്യം കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് കിട്ടണ ആദ്യത്തെ കുക്കുംബർ എന്ത് ചെയ്യണം? കടയിൽ കൊണ്ട് കുറച്ച് കാശ് മേടിക്കണോ? നമ്മള് കഴിച്ചു തുടങ്ങുക. കാരണം നമ്മളുടെ രക്തത്തിന്റെ pH കറക്റ്റ് ചെയ്താലേ നമ്മുടെ തലയിൽ ശരിയാവുള്ളൂ, ചിന്താഗതി കറക്റ്റ് ചെയ്യുള്ളൂ, നമ്മുടെ തെറ്റുകളെ തിരുത്താൻ പറ്റും. നമ്മൾ ചെയ്യുന്ന നമ്മുടെ തെറ്റുകളെ തിരുത്താൻ നമ്മുടെ രക്തത്തിന്റെ pH ആദ്യം കറക്റ്റ് ചെയ്യണം. അപ്പം മണ്ണിൽ നിന്നും ആദ്യം കുക്കുംബർ കൃഷി ചെയ്യാൻ തുടങ്ങുക. ഇതിന് നമ്മൾ കുക്കുംബർ ആൽക്കലൈൻ കൊടുത്തു, മണ്ണിലേക്ക് കാൽസ്യം കൊടുത്തു. കാൽസ്യം കൊടുക്കാനായിട്ട് നമ്മളിപ്പോ ആധുനിക കൃഷി റെക്കമെൻഡ് ചെയ്യുന്നത് കുമ്മായമാണ്. കുമ്മായം സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ പറയുക. കാരണം മണ്ണിലുള്ള ഒരു ജീവിയെയും കൊല്ലരുത് എന്നുള്ളതാണ് നമ്മളുടെ പ്രിൻസിപ്പിൾ. കുമ്മായം വിതറിയാൽ രാസവളം ഇടുന്നത് പോലെ സകല സൂക്ഷ്മജീവികളും ചത്തുപോകും, മണ്ണരയും ചത്തുപോകും. അപ്പൊ നമ്മളുടെ ജീവന്റെ നിയമങ്ങൾക്കെതിരല്ലേ അത്? ഒരു ജീവിയെയും കൊല്ലാനുള്ള അവകാശം നമുക്കില്ല. ഒരു ഉറുമ്പിനെ കൊല്ലാനുള്ള അവകാശം നമുക്കില്ല. ഒരു ഉറുമ്പിനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ? സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ അതിനെ കൊല്ലാനുള്ള അവകാശവും നമുക്കില്ല. കൊല്ലരുത്, ഒരു ജീവിയെയും കൊല്ലരുത് എന്ന നിലപാടാണ് ജൈവകർഷക സമിതി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നിനെയും കൊല്ലാൻ പാടില്ല. pH കറക്റ്റ് ചെയ്ത് ജീവികളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇതിന് കുമ്മായമിട്ടാൽ ജീവികൾ ചത്തുപോകും. പകരമെന്ത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചത്. കുറെ നാൾ അന്വേഷിച്ചു. പകരമെന്ത്? കാൽസ്യം വേണം, pH ബാലൻസ് ചെയ്യണം. പകരമെന്ത്? കുമ്മായം ഉണ്ടാക്കുന്നത് കക്കയിൽ നിന്നാണ്. കക്കയെടുത്ത് കരിയുമായിട്ട് മിക്സ് ചെയ്ത് തീ കത്തിച്ച് ഇതിനകത്തെ കാർബൺ കത്തിച്ചിട്ടാണ് നീറ്റുകക്ക ഉണ്ടാക്കുക. നീറ്റുകക്ക വെള്ളം തെളിച്ചാൽ കുമ്മായമായി കിട്ടി. നീറ്റാതെ തന്നെ ഇതിനെ പൊടിച്ചെടുത്ത് മണ്ണിലേക്ക് ചേർത്താൽ അതും കാൽസ്യമല്ലേ? പൊടിയില്ലേ? പൊടിഞ്ഞു ചേരും, സ്ലോലി പൊടിഞ്ഞു ചേരും. അപ്പൊ എത്ര കക്കായുടെ പൊടി ഇട്ടാലും ഒരു ജീവിക്കും ഒരു കുഴപ്പവും വരുത്തുമില്ല. അപ്പൊ അതുകൊണ്ട് നീറ്റാത്ത കക്ക പൊടിച്ച് മണ്ണിലേക്ക് കൊടുക്കണം. കോഴിക്കോടുകാരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? കോഴിക്കോടുകാര് ഇതിന് ബേസ് ചെയ്ത് അവിടെ മെഷീൻ വെച്ച് കക്ക പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിലും കക്കായുടെ പൊടി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. തിരുച്ചൂരിലത്തെ ഒരു സംഗമത്തിന് നീറ്റാത്ത പച്ചക്കക്ക ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ ഉണ്ണിയേട്ടൻ ഉൾപ്പെടെ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സാധനം തൃശ്ശൂർ കിട്ടില്ല. തൃശ്ശൂർ കിട്ടില്ലെന്നാ പറഞ്ഞ. സംഗമം കഴിഞ്ഞ് ഇറങ്ങി ഉടനെ ഞാൻ പറഞ്ഞൊരു വണ്ടി വിളിക്ക്, കാറ് വിളിക്ക്, കയറിക്കൊള്ളാൻ പറഞ്ഞു. കയറി ഞങ്ങളൊരു 4-5 പേര് കയറി. നിങ്ങൾ എവിടെ നിന്നാ നീറ്റ് വെക്കാൻ മേടിക്കണേ? അത് ഇന്ന കടയിൽ നിന്നാണ്. വിടാൻ പറഞ്ഞു. ആ കടയിൽ ചെന്ന് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നീറ്റ് കക്ക വേണം. ഇവിടെ ഇരിക്കൊണ്ട് എത്ര വേണമെങ്കിലും മേടിച്ച് കൊടുത്തു വെക്കണം പറഞ്ഞു. ഞങ്ങൾക്ക് നീറ്റ് കക്കയല്ല വേണ്ടത്, ഈ നീറ്റാത്ത കക്ക ഞങ്ങൾക്ക് വേണം. അതിനാണ് ഞങ്ങൾക്ക് നീറ്റാത്ത കക്ക കൊണ്ടുപോയിട്ട് ഒരു പ്രയോജനമില്ല. നീറ്റ് കക്ക ഇടണമെന്നാണ് ആ കടക്കാരൻ നമ്മളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നീറ്റിയ കക്ക ഇല്ലേ, ഇത് മേടിക്കുന്നില്ലേ? മേടിക്കുന്നുണ്ട്. ഇത് എവിടുന്നാ മേടിക്കുക? അത് ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ ഒരു ഇതുണ്ട് സാറേ, അവിടെ പോയാൽ മതി. ശരി, വണ്ടി അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അവിടെ അതായത് നമ്മളുടെ സംഗമം നടന്നെടുത്തുനിന്ന് അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ പോയല്ലോ. അവിടെ ചെന്നപ്പോ മല പോലെ കിടക്കണം നീറ്റാത്ത കക്ക. നമ്മുടെ ആൾക്കാർ അന്വേഷിക്കില്ല. ഇതെവിടെ കിട്ടണമെന്നാണ് അന്വേഷിക്കണം. അന്വേഷിച്ചു പോയി കണ്ടെത്തി അതെടുത്ത് പൊടിച്ച് പൊടിയാക്കി ഉപയോഗിക്കാൻ തുടങ്ങണം. പോരാത്തതിന് കുമ്മായം ഉപയോഗിക്കാം. അപ്പൊ ആ കുമ്മായവും പഴക്കി ഉപയോഗിക്കുക. ആദ്യം തുടക്കത്തില് കുമ്മായം മേടിച്ച് നീറ്റുകക്ക മേടിച്ച് വെള്ളം തളിച്ച് കുമ്മായമാക്കി ഒരു ഷെഡിൽ മഴ കൊള്ളാതെ അവിടെ ഇട്ടേക്കുക. ഒരു 3-4 മാസം കഴിയുമ്പോൾ അതിന്റെ ചുറ്റും കുഴിയാന കൂട് വെക്കും. കുഴിയാന വന്നിട്ട് ചെറിയ കുഴികൾ ഉണ്ടാക്കും. അപ്പൊ ആ കുമ്മായന്മാര് കുറേശ്ശേക്ക് ഉപയോഗിച്ചു. ജീവികൾ അധികം ചത്തുപോവില്ല, പക്ഷേ അതിന്റെ ഗുണം കിട്ടില്ല. ഇത് രണ്ടാണ്. നീറ്റാത്ത കക്ക കാൽസ്യം കാർബണേറ്റ് ആണ് വേണ്ടത്. നമ്മൾ കുമ്മായം എന്ന് പറയുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നമുക്ക് വേണ്ടത് കാൽസ്യം കാർബണേറ്റ് ആണ്. അത് കാർബൺ പഠിക്കുമ്പോൾ മനസ്സിലാവും. കാർബൺ എന്താണെന്ന് പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാകും.
നമ്മുടെ എല്ലൊടിഞ്ഞാൽ എന്ത് ഗുളികയാണ് ഡോക്ടർ എഴുതി തരിക? എല്ലിന് കരുത്ത് കിട്ടാനായിട്ട് എന്ത് ഗുളികയാണ് എഴുതി തരിക? കാലാരുടെ ഒടിഞ്ഞിട്ടില്ലേ? കൈയും കാലവും ഒടിഞ്ഞിട്ടില്ല. കാൽസ്യം ഗുളിക എഴുതി തരും. അതായത് എല്ല് വേഗം ചേരാനും എല്ലിന് കരുത്ത് കൊടുക്കാനും കാൽസ്യം ഗുളികയാണ് തരിക. ഇതേമാതിരി തന്നെ സസ്യജാലങ്ങളുടെ കോശങ്ങൾക്ക് കരുത്ത് കിട്ടാൻ കാൽസ്യം വേണം. ആ കാൽസ്യം മണ്ണിൽ തീർന്നു കഴിഞ്ഞാൽ ബോറർ വർഗത്തിൽപ്പെട്ട ജീവികൾ വന്ന് കുത്തും ചെടികൾ, തണ്ടുതരപ്പൻ വർഗത്തിൽപ്പെട്ട ജീവികൾ വന്ന് കുത്തിത്തുളയ്ക്കും. അപ്പൊ ഒരു തണ്ടുതരപ്പൻ വണ്ട് വന്ന് നമ്മുടെ ചെടികൾ തുരക്കുന്നുണ്ട് എങ്കിൽ എന്താണ് അർത്ഥം? കാൽസ്യം എവിടെ തീർന്നു? മണ്ണിൽ തീർന്നു. മണ്ണിലെ കാൽസ്യം ഏതാണ്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് മണ്ണ് നമ്മുടേത് അസിഡിക്കായത്. മഴ പെയ്യുമ്പോൾ ആ കാൽസ്യം മണ്ണിൽ ലയിച്ച് ഒഴിച്ചു പോയി കഴിഞ്ഞു. ഈ കാൽസ്യം തിരിച്ചു കൊണ്ടുവരാൻ പ്രകൃതി ഉടനെ ഒരു നടപടിയെടുക്കും. എന്താണെന്നറിയാമോ? ആഫ്രിക്കൻ ഒച്ച്. പത്തനംതിട്ട ജില്ലയിലേത് ഏറ്റവും കൂടുതൽ വലിയ ഒച്ചുകൾ വന്നത് എവിടെയാണ്? പേപ്പറിൽ വന്നത് പത്തനംതിട്ട ജില്ലയാണ്. ഞാൻ ആദ്യം കാണുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇഷ്ടം പോലെ ഷെല്ലുള്ള, തോടുള്ള, ആ തോട് മുഴുവൻ കാൽസ്യമാണ്, തോടുള്ള ഒച്ചുകൾ ധാരാളം വന്നു. പ്രശ്നമായി. എല്ലാത്തിനെയും വിഷമടിച്ച് കൊന്നു. വരണ്ടി കൂട്ടി മണ്ണിൽ കുഴിച്ചു മൂടിയിട്ടു. എന്തിനായി ഒച്ചു വന്ന? കാൽസ്യം ഒഴുകിപ്പോകാതെ അതിന്റെ തോടുകളിൽ ശേഖരിച്ചു വെച്ച് അത് ചത്ത ചെയ്യുമ്പോൾ വീണ്ടും കാൽസ്യം മണ്ണിന് കൊടുക്കാൻ വേണ്ടി നല്ല കാര്യം ചെയ്യാമെന്ന ഒച്ചിനെ എന്തെടുത്തു നമ്മൾ? മനുഷ്യൻ ബുദ്ധിയില്ലാതെ കാൽസ്യം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു. അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ച ഒച്ച് ഒരു കീടമാണ് എന്നുള്ളൊരു ധാരണയിൽ അതിനെ നശിപ്പിക്കാനുള്ള വഴികൾ എന്താണെന്ന് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പേപ്പറെ പരസ്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇതിനെ എങ്ങനെ നശിപ്പിക്കാം? എല്ലാത്തിനെയും കൂടി പെറുക്കി കൂട്ടി കുഴിയിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഉപ്പിട്ട് നശിപ്പിച്ച് കളയാൻ. ഒറ്റക്കാര്യം, മണ്ണിലെ കാൽസ്യം തീർന്നു പോകുമ്പോൾ ആ കാൽസ്യം തിരിച്ചു കൊണ്ടുവരാൻ പ്രകൃതി പല നടപടികളെടുക്കും. ആ നടപടികളുടെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് മണ്ണിലേക്ക് കാൽസ്യം കൂടുതൽ കൊടുത്തു നോക്കുക. മണ്ണിലേക്ക് ഇത് തിരിച്ചു വരുമോ, ഇതിന്റെ എണ്ണം കുറയുമോ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളെ തിരിച്ചു നോക്കണം. ഞാനവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു സംഗമത്തിന് ഇതുപോലെ ഒരു പ്രശ്നം വന്നു. ഞാൻ പറഞ്ഞു കുമ്മായം ഇട്ടാൽ മതി, കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ അത് കുറയും, കാൽസ്യം മണ്ണിലേക്ക് ചെന്നാൽ മതി. അപ്പോൾ ആ കൃഷിക്കാരൻ എന്തൊക്കെ പറഞ്ഞത്, സാർ എന്താ പറയണേ, ഞാനിട്ട കുമ്മായത്തിന് മേളിൽ കൂടിയാണ് ഈ ഒറ്റ ഒഴിഞ്ഞു പോകുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ കുമ്മായം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെയാണ്? ചേർത്തലയിലാണ്. ഞാൻ ഇറ്റ ദിവസം അവിടെ വരുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നു നോക്കി. കാൽസ്യത്തിന്റെ പോരായ്മ തന്നെയായിരുന്നു. കാൽസ്യത്തിന്റെ പോരായ്മ തന്നെ. കാൽസ്യം ഇട്ടോളൂ, പച്ചക്കക്ക ഇട്ടോളൂ, കുമ്മായ ഇട്ടോളൂ. കൂട്ടത്തിൽ 2 താറാവിനെ കൂടി വളർത്തിക്കൊള്ളാം. ഒരു 4-5 താറാവിനെ കൂടി വളർത്തിക്കൊള്ളാം. 4-5 താറാവ് പെറുക്കി തിന്നും. കുറെ എണ്ണത്തിന് താറാവ് പെറുക്കി തിന്നിട്ട് താറാവ് കാഷ്ടിക്കുമ്പോൾ തിരിച്ച് സാധനം ഇവിടെ വരും. അപ്പൊ ഇത് ആ സൈക്കിൾ കറക്റ്റ് ചെയ്താൽ മാത്രം മതി. കാൽസ്യം ഇട്ടുകൊടുക്കുക, മണ്ണിലേക്ക് കുറയും. കാൽസ്യം കൂടിയ കഴിയൂ, മണ്ണിൽ കാൽസ്യം തീർന്നു. അതുകൊണ്ട് മനുഷ്യർക്ക് എന്താ പറ്റിയേ? മനുഷ്യർക്ക് സകലർക്കും നടുവേദനയാണ്. 90% പേർക്കും നടുവേദനയാണ്. കാൽസ്യം തേയ്മാനം ഒരു വലിയ ഫോട്ടോ ഇടും. ഞാൻ ആരോഗ്യരംഗത്ത് കൂടി നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം. എന്റെ അടുക്ക പലരും നടുവേദന കൊണ്ട് സഹിക്കാൻ മേലാതെ വരുന്നത് വരുമ്പം വലിയ ഒരു മുറം പോലത്തെ ഫോട്ടോയും കൊണ്ടാണ് വരിക, തൂക്കി പിടിക്കേണ്ടത്. ആ ഫോട്ടോയിലാണ് നട്ടല് വളഞ്ഞിരിക്കുന്നു, അകന്നിരിക്കുന്നു, നല്ല മുട്ടുവേദന, കാൽസ്യം ഡെഫിഷ്യൻസി കോമൺ ആയി കഴിഞ്ഞിരിക്കുന്നു, പല്ലുകേട് കോമൺ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് മണ്ണിൽ കാൽസ്യം തീർന്നത് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ വാചകം ഒന്നുകൂടി അത് മനസ്സിലാക്കിയിരിക്കുക. മനുഷ്യൻ ഈ മണ്ണാകുന്നു. മണ്ണിൽ ഇല്ലാതായി കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ഇല്ലാണ്ടാവുകയും നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ആവുകയും ചെയ്യും. കാൽസ്യം ഗുളിക മേടിച്ച് കഴിക്കേണ്ടിയും വരും. അപ്പൊ 2 കാര്യങ്ങൾ തീർന്നു. മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യാൻ ഒറ്റയടിക്ക് നമുക്ക് സാധിക്കും. കാൽസ്യം ഇട്ടാൽ മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യാം. മണ്ണിലേക്ക് കാൽസ്യം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അത് കക്കായുടെ രൂപത്തിൽ കൊടുക്കുക. അടുത്തത് കാർബൺ. മണ്ണിലെ കാർബൺ അതിപ്രധാനമാണ്. കാർബൺ കൃഷി ചെയ്യുന്ന നല്ല വിളവ് തരുന്ന മണ്ണിന്റെ നിറം എന്തായിരിക്കും?
കറുപ്പ്. കാർബൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? കരിയുടെ നിറം എന്താണ്? കറുപ്പ്. അപ്പൊ മണ്ണിലെ കറുപ്പ് ആര് കൊണ്ടുവന്നതായിരിക്കും? കാർബൺ മണ്ണിൽ ചേരണം. നല്ല കാർബൺ മണ്ണിലെത്തണം. എങ്ങനെയാണ് ഒരു മണ്ണ് വളക്കൂറുള്ളതായി തീരുക? നല്ല വളക്കൂറുള്ള മണ്ണിൽ ചെടികൾ ആരോഗ്യത്തോടെ വളരുകയും നല്ല ഫലം തരികയും ചെയ്യും. മണ്ണിന്റെ വളക്കൂറ് അത് എങ്ങനെ എവിടുന്ന് വരുന്നു ഇത് നമ്മൾ അറിയണം. നല്ല വളക്കൂറുണ്ടെങ്കിൽ മണ്ണിൽ നല്ല കറുപ്പ് നിറം വേണം. വളക്കൂറുള്ള നല്ല കറുപ്പ് നിറമുള്ള ഒരു മണ്ണ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വളക്കൂറ് എങ്ങനെ എവിടുന്ന് വരുന്നു? എങ്ങനെയാണ് മണ്ണ് കറുക്കുക? മേൽമണ്ണ് ചുവന്നിരിക്കും, ഞങ്ങളുടെ നാണെ പഞ്ചാര പോലെ വെളുത്തിരിക്കും. ചേർത്തല മണ്ണാണെങ്കിൽ പഞ്ചസാര പോലെ വെളുത്തതായിരിക്കും. നിങ്ങളുടെ ഇവിടുത്തെ മണ്ണാണെങ്കിൽ നല്ല ചുവന്നിരിക്കും. എന്നാൽ കറുത്ത മണ്ണിനാണ് മണ്ണിന് വളക്കൂറുള്ളതെന്ന് നമ്മൾ പറയുക. എങ്ങനെയാണ് ഈ മേൽമണ്ണ് കറുത്ത് വളക്കൂറുള്ളതായി തീരുക? സസ്യജാലങ്ങളുടെ ഇലയും തണ്ടും തടിയും മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിന്റെ ഭാഗമായി തീരുമ്പോൾ മണ്ണിൽ വളക്കൂറുണ്ടാവുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇതിൽ ഏതൊക്കെ സസ്യം പെടും? ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള സസ്യം മാത്രമേ പെടുള്ളൂ? മതിലെ പറ്റിപ്പിടിച്ച് വളരുന്ന പൂപ്പൽ മുതൽ മാനം മുട്ട വളരുന്ന സകല സസ്യ കുടുംബത്തിൽപ്പെട്ട സകല സസ്യങ്ങളുടെയും ഇലയും തണ്ടും തടിയും മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിന്റെ ഭാഗമായി തീരുമ്പോൾ മണ്ണിന് നല്ല കറുപ്പ് നിറം വരും, വളക്കൂറുള്ളതായി തീരും. പിടിയിട്ടില്ലേ? ഇപ്പൊ മണ്ണിൽ വളക്കൂറുണ്ടാക്കാൻ ആദ്യം എന്ത് ചെയ്യണം? സസ്യജാലങ്ങളുടെ അവശിഷ്ടം മണ്ണിലേക്ക് ഇട്ട് മണ്ണിൽ പൊടിഞ്ഞു ചേരും. ഇനി ജീവികളുടെ ഉച്ഛിഷ്ടം ചാണകം ഇട്ടാൽ മണ്ണിൽ വളം ഉണ്ടാവില്ലേ? മൂത്രം ഒടുവിൽ പശു ചത്തടിഞ്ഞാലോ അതും ഉണ്ടാവും. ഇപ്പൊ ജീവിവർഗങ്ങളുടെ സകല ജീവികളുടെയും ഉച്ഛിഷ്ടങ്ങളും മലമൂത്രം, മനുഷ്യന്റെ മലവോ സകല ജീവികളുടെയും ബാക്ടീരിയ മുതൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും മലവും മൂത്രവും മണ്ണിലേക്ക് ഇട്ടാൽ മണ്ണിൽ പൊടിഞ്ഞു ചേർന്നാൽ മണ്ണിന് വളക്കൂറുണ്ടാവും. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവാം. നമ്മളുടെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുക രണ്ട് വിഭാഗക്കാർ ചേർന്നിട്ടാണ്. സസ്യകുടുംബത്തിൽപ്പെട്ട സസ്യകുടുംബം, ജീവിവർഗത്തിൽപ്പെട്ട ജീവികൾ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് മണ്ണിന് വളക്കൂറുണ്ടാവുക. ഇതിൽ ആർക്കാണ് പ്രാധാന്യം? സസ്യങ്ങൾക്കാണ് എന്ന് ഞാൻ സമ്മതിച്ചു. എന്തുകൊണ്ട്? സസ്യങ്ങളാണ് പ്രാധാന്യം. എന്തുകൊണ്ട്? സസ്യങ്ങളെ ആശ്രയിച്ച് മാത്രമേ സകല ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഭക്ഷണത്തിനും വെള്ളത്തിനും വായുവിനും സകലതിനും ജീവിവർഗത്തിനും മുഴുവൻ സസ്യങ്ങളെ ആശ്രയിക്കണം. സസ്യങ്ങൾക്കൊരു കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗിച്ചിട്ടാണ് ജീവിവർഗം മുഴുവൻ നിലനിൽക്കുക. ഈ സസ്യങ്ങൾക്ക് ഈ കഴിവ് എവിടെ നിന്നും കിട്ടി? ഇത് മനസ്സിലായാൽ നമുക്ക് വളരെ എളുപ്പമാണ് കാര്യം. സസ്യങ്ങൾക്കൊരു കഴിവുണ്ട്. പശു പുല്ല് തിന്നുന്നു, പുല്ലിനൊരു കഴിവുണ്ട്. ആ കഴിവിന് വേണ്ടിയിട്ടാണ് പശു പുല്ല് തിന്നുക. ആ കഴിവ് ഉപയോഗിച്ചാണ് പശു വളരുകയും പാല് തരികയും ചെയ്യുക. ആ പുല്ലിന് ഈ കഴിവ് എവിടെ നിന്നും കിട്ടുന്നു? ഭൂമിയിലെ സകലമാന ഊർജത്തിന്റെയും ഉറവിടം സൂര്യനാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ച് മാർക്ക് മേടിച്ച ഒരു സബ്ജക്റ്റാണ്, ഫിസിക്സ് ആണ്. പക്ഷെ പ്രായോഗിക തലത്തിലേക്ക് എന്താണ് ഇതുവരെ കൊണ്ടുവരാഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സയൻസിനെ നിത്യജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ എത്തിച്ചില്ല. ഭൂമിയിലെ സകലമാന ഊർജത്തിന്റെയും ഉറവിടം സൂര്യനാണ്. ആ സൗരോർജം പിടിച്ചെടുക്കാനുള്ള കഴിവ് സസ്യജാലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സസ്യജാലങ്ങൾ ചെയ്യുന്ന ജോലി ഈ സൗരോർജത്തെ പിടിച്ചെടുത്ത് ഇലയിലും തണ്ടിലും തടിയിലും അത് ശേഖരിച്ചു വയ്ക്കുന്നു. ഇത് വളരെ വ്യക്തമായി നമ്മൾക്ക് കാണാം. ഒരു കരിയില എടുത്ത് കത്തിച്ചാൽ എന്തൊക്കെ കിട്ടും? ഒരു കരിയില കത്തുന്നു, എന്തൊക്കെ കിട്ടും? ചൂട് കിട്ടും, പിന്നെ കരി കിട്ടും, ചാരം കിട്ടും, പിന്നെ കുറെ വായു കിട്ടും. കുറെ വായു, കാർബൺ ഡൈഓക്സൈഡ് ഉൾപ്പെടെയുള്ള കുറെ കാർബൺ കിട്ടും. പിന്നെ വേറെ